എല്ലാവർക്കും ഹലോ ഹലോ. ഞാൻ എന്താ ഇങ്ങനെ കാര്യമായിട്ട് നോക്കുന്നതെന്നല്ലേ? എൻ്റെ ഫേസ് കണ്ടോ? എന്തോരം ഡള്ള. ഉറക്കമില്ലാത്തതിൻ്റെയൊക്കെ ശരിക്കും മുഖത്ത് കാണാനുണ്ട്. ഫേസ് കെയർ ഒക്കെ ചെയ്തിട്ട് കുറച്ച് അധികം ദിവസമായി. എന്നിട്ട് എൻ്റെ ഫുൾ ഫേസ് കെയർ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫേസ് സ്ക്രബ് ഇല്ലേ, അതിനെക്കാട്ടിലൊക്കെ എനിക്ക് റിസൾട്ട് തന്ന ഒരു പൊടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മഞ്ചിഷ്ട പൗഡർ. ഇത് കഴിയാറായി. ഈ പൊടി കണ്ടോ? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് നന്നായിട്ട് നമുക്കൊരു ഗ്ലോ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ ഉണ്ടാകും. അതുപോലെ ഫേസിലുള്ള ഈ തരിതരി ആയിട്ടുള്ള ഈ കുഞ്ഞൊരു കുരു പോലെയൊക്കെയുള്ള ഇതില്ല, അതെല്ലാം പെട്ടെന്ന് തന്നെ പോകും. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതിലിത് എഴുതിയേക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നുണ്ട്. നിറം വർദ്ധിപ്പിക്കുന്നു, മുഖക്കുരു കുറയ്ക്കുന്നു, രക്തം ശുദ്ധീകരിക്കുന്നു. ഇത് ഞാൻ വെള്ളത്തിൽ ശാലിച്ചാണ് തേക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടറിലോ തൈരിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ നമുക്കിത് പായ്ക്ക് അപ്ലൈ ചെയ്യാം. വീഴുന്നില്ലല്ലോ. ഇത് പക്ഷേ ഫേസിലിട്ട് ഒത്തിരി സ്ക്രബ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ഒത്തിരി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലിയുടെ കാര്യം തീരുമാനമാകും. പിന്നെ നല്ല സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് സ്ക്രബ് ചെയ്യാനേ പാടില്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, കഴുകാൻ നേരത്ത് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക, അത് മതി. എൻ്റെ നല്ല സെൻസിറ്റീവ് സ്കിൻ ഒരു തവണ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സ്കിൻ ബാരിയറൊക്കെ ഡാമേജ് ആയി. പിന്നെ കുറച്ച് നാളെടുത്ത് ഒന്ന് റെഡിയായി വരാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി എടുക്കുന്നുണ്ട്. എനിക്കൊരു ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ ഈ കളർ പറ്റിയിരിക്കും. സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ പോകും, എന്നാലും ഒരുമാതിരിയാണ്. അപ്ലൈ ചെയ്യുന്ന നോക്കാം. അപ്ലൈ ചെയ്യണം. സോറി. ഞാൻ ആദ്യമായിട്ടായി സ്കിൻ കെയർ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ത് സംസാരിക്കണം, എന്നാ സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ മോശമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചു വിടുക. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു കുട്ടിച്ചാത്തൻ്റെ ലുക്ക് നമുക്ക് കിട്ടും. നമ്മുടെ ബാലരമയ്ക്കകത്ത് ലുട്ടാപ്പി ഇല്ലയോ, ലുട്ടാപ്പിൻ്റെ കണക്കുണ്ടാവും. ആഹാ, താഴേന്ന് എൻ്റെ കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കാം. ഇപ്പം കൊണ്ട് കൊടുത്തിട്ടേ ഉള്ളേ. കുറച്ച് ദിവസം അധികമായിട്ട് ആളുടെ ഉറക്കമൊന്നും അങ്ങ് ശരിയാവണില്ല. ഡേ ടൈം ഫുള്ളും കിടന്ന് ഉറങ്ങുക. നമ്മൾ കഴുത്തേലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ പറഞ്ഞു ഒന്ന് ഡേ ടൈം ഫുൾ കിടന്ന് ഉറക്കം, നൈറ്റ് മുഴുവൻ എണീറ്റിരിക്കും. അതുകൊണ്ട് എൻ്റെ കണ്ണിപ്പം മറ്റേ വാസോണിനെ കണക്കൊക്കെ ആയിട്ട് ഇരിക്കുക. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെക്കാം. അധികം നേരം വേണ്ട, ഒരു 5-10 മിനിറ്റ്.
അതിനിടയ്ക്ക് വേറൊരു സാധനം അതിനിടയ്ക്ക് വേറൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വേണമെങ്കിൽ കുറച്ച് ലിപ്പിലും കൂടി ഇട്ടോ, എനിക്ക് വേണ്ട. നിങ്ങൾ വീക്കിലി എല്ലാ ദിവസവും സോപ്പിട്ട് കുളിക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ സോപ്പിട്ട് കുളിക്കരുത്. അപ്പം എന്നെ സോപ്പിട്ട് തേക്കാതെ വേറെ എന്തിട്ട് കുളിക്കണം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അയ്യോടാ, എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നുണ്ട്. ഇതുണ്ടോ നെന്മേനി വാഗപ്പൊടി. ഈ വാഗ പൗഡറില്ലേ, ഇതും കുറച്ച് കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ദേഹത്ത്, നമ്മൾ സോപ്പ് തേക്കത്തില്ല അതുപോലെ അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് തേച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹത്തെ ഡെഡ് സ്കിന്നൊക്കെ പോകും. ബോഡിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെക്കും. നല്ലൊരു മണമാണ്. പക്ഷെ അധികം ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് കഴുകി ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളെൻ്റെ ഫേസിലേക്ക് നോക്കിക്കേ. നേരത്തെ കണ്ടതിൽ എന്തോരം മാറ്റമുണ്ട്. മുഖത്തിൽ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞ് ഇനി നമുക്കൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഫേസിന് നല്ലൊരു സുഖം കിട്ടി. ടടാ, ഇതാണ് ഞാൻ പറഞ്ഞ ഫേസ് പാക്ക്. ഞാൻ അപ്ലൈ ചെയ്യുന്ന കേട്ടോ. ഇത് കടലമാവില്ലേ, കടലപ്പൊടി, അതാണ് സാധനം. ഇത് എനിക്ക് നല്ല റിസൾട്ട് തരുന്ന സാധനം കേട്ടോ. എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഡാർക്ക്നെസ് ആയിട്ട് ഇരിക്കുമായിരുന്നു കഴുത്തൊക്കെ. അത് കുറേയൊക്കെ നമ്മുടെ ഹോർമോണൽ ഇഷ്യൂസാണ്. പിന്നെ അല്ലാതെയും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ മാറിയത് ഈ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ. അതിനാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാവേ. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈരോ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് കിട്ടുക. ഞാൻ വെറും വെള്ളം ഉപയോഗിക്കുന്നത്. തൈര് എനിക്ക് അത്രയും പറ്റത്തില്ല. പിന്നെ ഈ പനിയും ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഇച്ചിരി തണുപ്പുള്ള സാധനമാണ്. നമുക്ക് എളുപ്പം കഫം കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ഉപയോഗിക്കാറില്ല. മിക്സ് ചെയ്യാം. അതുകൊണ്ട് ഒഴുകുക. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യാം.
ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങൾ പോയി നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇനി തുടങ്ങാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നോക്ക് എൻ്റെ ഫേസിലേക്ക് നോക്ക്. ആദ്യം എൻ്റെ ഫേസ് ഇരുന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? നല്ല ഡിഫറൻസ് തോന്നില്ലേ? കുറച്ച് നേരം കൂടെ വെക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. പക്ഷെ കുഞ്ഞ് വന്നേക്കുന്നതുകൊണ്ട് എനിക്ക് അധികം നേരം വെക്കാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഒന്ന് ഫേസ് തുടച്ചിട്ടോടെ ഒന്ന് കാണിക്കാവേ. നല്ല മുടുക്കിയായിട്ടുണ്ട്. ചുണ്ട് ഡ്രൈ ആകുന്നുണ്ട്. ചുണ്ടിൽ ഇച്ചിരി ലിപ് ബാം കൂടെ ഇടാം. നമുക്ക് ഫേസ് എന്താണെങ്കിലും ഈ പാക്ക് നിങ്ങളും അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ കുറേ ടിപ്സിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ട് ടിപ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ടാറ്റാ.